വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. RRB ഗ്രൂപ്പ് ഡി പ്രീവിയസ് ഇയർ ചോദ്യപേപ്പറുകളാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് 3 ഒക്ടോബർ 2018 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ജനറൽ സയൻസ് ആൻഡ് ജനറൽ അവയർനെസ് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ഡെയിലി അപ്ലോഡ് ചെയ്ത് പോകുന്നുണ്ട്. സോ ആ ചാനലിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. PDF നോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, സിയറ്റ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ അവാർഡ് 2017 ആർക്കാണ് കിട്ടിയതെന്നാണ്. അതായത് നമ്മുടെ സിയറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റർ അവാർഡ് 2017 കിട്ടിയത് ആർക്കെന്നാണ്. അത് രവിചന്ദ്രൻ അശ്വിനാണ്. നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് 2024 കൊടുത്ത അവാർഡാണ്. 2024 കൊടുത്തത് 26ാമത്തെ സിയറ്റ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റർ അവാർഡാണ്. അത് കിട്ടിയത് ഇൻ്റർനാഷണൽ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് ലഭിച്ചതാർക്കാണ്? നമ്മുടെ ഇന്ത്യൻ ODI ക്യാപ്റ്റനായിട്ടുള്ള രോഹിത് ശർമ്മയ്ക്കാണ്. മെൻസ് ODI ബാറ്റർ ഓഫ് ദ ഇയർ കിട്ടിയത് വിരാട് കോഹ്ലിക്കാണ്. അപ്പോൾ മാറിപ്പോകരുത്. ഇൻ്റർനാഷണൽ ക്രിക്കറ്റർ ഓഫ് ദ അവാർഡ് കിട്ടിയത് രോഹിത് ശർമ്മയ്ക്ക്. സിയറ്റിൻ്റെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റർ ഓഫ് ദ അവാർഡ് കിട്ടിയത് രോഹിത് ശർമ്മയ്ക്ക്. മികച്ച ബാറ്റ്സ്മാൻ അവാർഡ് കിട്ടിയത് വിരാട് കോഹ്ലിക്ക്. ബൗളർ ആണെങ്കിൽ മുഹമ്മദ് ഷമി. ടെസ്റ്റ് ബാറ്റർ ആണെങ്കിൽ അത് യശസ്വി ജയ്സ്വാൾ. ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് കിട്ടിയത് ആർക്കാണ്? രാഹുൽ ദ്രാവിഡിനാണ്. വുമൺസ് ഇന്ത്യൻ ബാറ്റർ ഓഫ് ദി ഇയർ കിട്ടിയത് സ്മൃതി മന്ദാനയ്ക്കാണ്. വുമൺ ബൗളർ ഓഫ് ഇന്ത്യ കിട്ടിയത് ആർക്കാണ്? ദീപ്തി ശർമ്മയ്ക്കാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും മിനിമം എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. An element has an electronic configuration of 286. It belongs to dash. അതായത് ഒരു എലമെൻറ്റിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 286 ആണ്. അതായത് ഇതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ അറ്റോമിക് നമ്പർ 16 വരുന്ന ഒരാൾ ഏത് ഗ്രൂപ്പിലും ഏത് പീരീഡിലും ആയിരിക്കും എന്നാണ്. നമുക്കറിയാം 1, 2 അല്ലെ, 2 ഗ്രൂപ്പ് കഴിഞ്ഞാൽ പിന്നെ 13 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 13, 14, 15, 16 അങ്ങനെയാണ് പോകുന്നത്. സോ നമുക്കറിയാം എന്താണ്, അപ്പോൾ അവസാനത്തതിൽ 6 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ ഉറപ്പായിട്ട് 16ാമത്തെ ഗ്രൂപ്പിലായിരിക്കും അതെന്ത് ചെയ്യുന്നത്, കാണുന്നത്. സോ 16ാമത്തെ ഗ്രൂപ്പാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്ര ഷെല്ലാണ് ഉള്ളത്? 1, 2, 3 ഷെല്ലാണുള്ളത്. അപ്പോൾ എത്രാമത്തെ പീരീഡ് ആയിരിക്കും? 3ാമത്തെ പീരീഡ് ആയിരിക്കും. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് ഈ പറയുന്ന എലമെൻറ്റുകൾ ഏത് ഗ്രൂപ്പിൽ ഏത് പീരീഡ് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പീരിയോഡിക് ടേബിളിൻ്റെ ടോപ്പിക്കിൽ കെമിസ്ട്രിയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ ആ ക്ലാസ്സുകൾ ഉറപ്പായിട്ട് നിങ്ങൾ കാണുക. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ആ ക്ലാസ് കാണുക. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 16ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇതാണ്. 16ാമത്തിൽ ഇതാ കണ്ടു. 16ാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് സൾഫറാണ്. സൾഫർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 16ാമത്തെ ഗ്രൂപ്പ്, അതുപോലെ 1, 2, 3 മൂന്നാമത്തെ പീരീഡ്. അതായത് നമ്മളിവിടെ പറഞ്ഞു പോയതാണ്, ഇവിടെ 1 ഷെല്ല്, ഇവിടെ 2 ഷെല്ല് ഉണ്ടാവും, ഇവിടെ എത്രയാണ്? 3 ഷെല്ല് ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 5 ohm റെസിസ്റ്റൻസ് വയർ ഈസ് ഡബിൾഡ് ഓൺ ഇറ്റ്. ഇപ്പോൾ ഡബിൾഡ് ഓൺ ഇറ്റിൻ്റെ കേസ് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഒരു റെസിസ്റ്റൻസ് വയറിനെ നമ്മൾ ഡബിൾ ചെയ്യുക എന്ന് വെച്ചാൽ അതിലോട്ട് തന്നെ നമ്മളതിനെ മടക്കി വയ്ക്കുക എന്നാണ്. അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1/4 ടൈംസ് ആയിട്ട് എന്ത് ചെയ്യും? മാറും. അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടിയെന്നൊക്കെ ഉള്ളത് നമ്മൾ മുന്നത്തെ ചോദ്യ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ അതിൻ്റെ ഡെറിവേഷനൊക്കെ നമ്മൾ നോക്കിപ്പോയതാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, 5 ohm റെസിസ്റ്റൻസ് ഉള്ള ഒരു വയറിനെ ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പുതിയ റെസിസ്റ്റൻസ് എത്രയായിരിക്കും എന്നാണ്. എത്രയാണത്? 5 × 1/4 ആണ്. 5 × 1/4 ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 1.25. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം. ഈ 1.4 ടൈംസ് ആകുന്ന കാര്യം എങ്ങനെയാണ് വന്നതെന്നുള്ളത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചൂസ് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് വാസ്കുലാർ സിസ്റ്റം. അല്ലേ, നമ്മുടെ സർക്കുലേഷൻ വാസ്കുലാർ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഒന്നാമത്തെ ഓപ്ഷൻ ബ്ലഡ് ഈസ് ഓൺലി വൈറ്റ് വാസ്കുലാർ കണക്റ്റീവ് ടിഷ്യൂ എന്നാണ്. അപ്പോൾ അത് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം രക്തമെന്ന് പറയുന്നത് ചുവപ്പാണെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ വൈറ്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെയാണ് തെറ്റ്. സോ നമ്മുടെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. ബിയും സിയും ഡിയിലും പറയുന്നത് ഏതാണ്ട് കറക്റ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. അപ്പോൾ എന്താണ്? ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ള ഉത്തരം. ബ്ലഡ് എന്ന് പറയുന്നത് ഒരു റെഡ് ആയിട്ടുള്ള, അല്ല രക്തം ചുവപ്പാണ് അല്ലെ, ചുവന്ന വാസ്കുലാർ കണക്റ്റീവ് ടിഷ്യൂ ആണ്, എന്തല്ല, വൈറ്റ് അല്ല. അപ്പോൾ വാസ്കുലാർ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരും? ബ്ലഡും ലിംഫും അതിൻ്റെ വെസൽസും വരുന്നതാണ് എന്ത്? വാസ്കുലാർ സിസ്റ്റം എന്ന് പറയുന്നത്. ആർട്ടറികൾ, വെയിനുകൾ, കാപ്പിലറികൾ, അതുപോലെ ലിംഫ് വെസൽസ് വരും. ആർട്ടറി എന്ന് പറയുന്നത് നല്ല ശുദ്ധരക്തം അല്ലേ, ഓക്സിജൻ റിച്ച് ബ്ലഡിനെ ബോഡി ടിഷ്യൂസിലേക്ക് എത്തിക്കുകയാണ്. വെയിൻസ് ആണെങ്കിൽ തിരിച്ചാണ് എന്താണ്? വേസ്റ്റ് പ്രോഡക്റ്റുകളെ തിരിച്ച് ഹാർട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ്. കാപ്പിലറീസ് ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ഈ പറയുന്ന ആർട്ടറിയെയും വെയിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് എന്ത്? കാപ്പിലറീസ് എന്ന് പറയുന്നത്. ലിംഫ് കൊണ്ടുപോകുന്നതാണ് ലിംഫ് വെസൽ എന്ന് പറയുന്നത്. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2017 നവംബറിൽ was India's nominee for the dash was India's nominee for the fifth and the last seat in the International Court of Justice. International Court of Justice ICJയുടെ ജഡ്ജായത് അന്നത്തെ കറണ്ട് അഫെയർ ആയിരുന്നു ദൽവീന്ദർ ഭണ്ഡാരിയാണ് നമ്മുടെ ഉത്തരവ് എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് ഈ ദൽവീന്ദർ ഭണ്ഡാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഫോർമർ സുപ്രീം കോർട്ട് ജഡ്ജായിരുന്നു. അദ്ദേഹം 2017 നവംബറിൽ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലേക്ക് റീ എലക്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ യുണൈറ്റഡ് നേഷൻസിൻ്റെ നീതിന്യായ വകുപ്പാണ് എന്താ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിച്ചിട്ടുണ്ട്. നെതർലാൻഡ്സിലെ ഹേഗിലാണ് എന്ത് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. അതിലെ ജഡ്ജായിരുന്നു നമ്മൾ ഈ പറയുന്ന ദൽവീർ ഭണ്ഡാരി എന്ന് പറയുന്നത്. അന്ന് നമ്മുടെ ഇംഗ്ലണ്ട് കൊടുത്ത നോമിനേഷൻ പിൻവലിച്ചാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഇലക്ഷനില്ലാതെ നേരെ ആവുന്നത്. BN റാവു, നാഗേന്ദ്ര സിംഗ്, RS പത്തേക്ക് ഇവർ 3 പേരും ഈ പറയുന്ന ദൽവീർ ഭണ്ഡാരിക്ക് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ ജഡ്ജായിട്ട് ഇരുന്നിട്ടുള്ളവരാണ്. ടൂത്ത് ഡീക്കേ സ്റ്റാർട്ട്സ് വെൻ ദ pH ഓഫ് ദ മൗത്ത് ഈസ്, നമ്മുടെ മൗത്തിലെ pH എത്രയും താഴെ പോകുമ്പോഴാണ് ടൂത്ത് ഡീക്കേ നടക്കുന്നത്. സെയിം ചോദ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, അല്ല മുമ്പ് വന്നിട്ടുണ്ട്. B ആണ് നമ്മുടെ ഉത്തരം. 5.5 അതായത് ആസിഡിക് ആയിട്ട് മാറുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ പല്ല് ഡീക്കേ ചെയ്യുന്നത്. ബാക്ടീരിയാസ് പ്രവർത്തിച്ചിട്ടാണ് ആസിഡ് റിലീസ് ചെയ്യുന്നത്. ബിലോ 5.5 വരുമ്പോഴാണ് ടൂത്ത് ഡീക്കേ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്താണ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നത്. ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അത് ബേസിക് ആയിട്ടുള്ള സാധനമാണ്. അതെന്ത് പറ്റും, നമ്മുടെ മൗത്തിലെ ഈ പറയുന്ന pH ലെവൽ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ ടൂത്ത് ഡീക്കേ പ്രിവെൻറ്റ് ചെയ്യുന്നു. ISRO's ഫസ്റ്റ് സൺ മിഷൻ വാസ് വിച്ച് ഈസ് ഗോയിങ് ടു ടേക്ക് ഓഫ് ഇൻ 2019 ഈസ് ടേംഡ് as, നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ നമ്മുടെ സൂര്യനിലേക്കുള്ള മിഷൻ സൺ മിഷൻ എന്ന് പറയുന്നത് ആദിത്യ L1 ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരവ് എന്ന് പറയുന്നത്. ആദിത്യ L1 2023 സെപ്റ്റംബർ 2 ലോഞ്ച് ചെയ്യുന്നത് എന്നാണ്. 2023 സെപ്റ്റംബർ 2 ലോഞ്ച് ചെയ്യുന്നത് PSLV C57 എന്ന ലോഞ്ച് വെഹിക്കിളാണ്. ഓക്കെ, അതാണ് PSLV C57 എന്ന ലോഞ്ച് വെഹിക്കിളാണ് നമ്മൾ ലോഞ്ച് ചെയ്തത്. എന്തിനാണ്, സണ്ണിനെ പറ്റിയിട്ട്, സണ്ണിൻ്റെ കൊറോണ, ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയറിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന മിഷൻ നമ്മൾ നടത്തുന്നത്. നെക്സ്റ്റ്, മോഡേൺ പീരിയോഡിക് ടേബിൾ ഇൻ വിച്ച് പീരീഡ് കണ്ടെയ്ൻ 32 എലമെൻറ്റ്സ്. ഇതും നമ്മൾ നമ്മൾ മുന്നേ നോക്കിയിട്ടുണ്ട്. 32 വരുന്ന എവിടെയാണ്, അത് 6ാമത്തെ പീരീഡിലാണ് അല്ലേ. നമ്മുടെ പീരിയോഡിക് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഇതായിട്ടാണ് എന്ത് ചെയ്യുന്നത്, 6ാമത്തെ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ടോ, ഇവിടെ എന്താണ്, ഇവിടെ ഈ ലാന്തനൈഡ് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്, ഇവിടെ ആക്ടിനൈഡ് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൂടെ കൂട്ടുമ്പോൾ ഈ പറയുന്ന അവസാനത്തെ 2 പേർക്ക് എത്രയുണ്ട്, 32 എലമെൻറ്റുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ 6ാമത്തെ പീരീഡ് മാത്രമേ ഉള്ളൂ. സോ 6ാമത്തെ പീരീഡ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇതിൻ്റെയും ഫുൾ ടോപ്പിക് ക്ലാസ് വൈസ് നമ്മുടെ ചാനലിൽ ഉണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒബ്ജക്റ്റ് വുഡ് പോസസ് പൊട്ടൻഷ്യൽ എനർജി? ഇതിൽ ഏതിനാണ് പൊട്ടൻഷ്യൽ എനർജി ഉള്ളത് അല്ലേ. പൊട്ടൻഷ്യൽ എനർജി എന്ന് വെച്ചാൽ എന്താണ്, അത് mgh ആണ്. ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ കാരണമോ അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ കാരണമോ പൊസസ് ചെയ്യുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഫ്ലോയിങ് വിൻഡിനകത്ത് അത് മൂവിങ് ആണ്, കൈനറ്റിക് ആണ്. റോളിംഗ് സ്റ്റോൺ കൈനറ്റിക് ആണ്. മൂവിങ് ബുള്ളറ്റ് കൈനറ്റിക് ആണ്. അപ്പോൾ റേസ്ഡ് ഹാമർ ആണ് കറക്റ്റ് ഉത്തരം. ഓപ്ഷൻ A ആണ് കറക്റ്റ് ഉത്തരം. പൊസിഷൻ കാരണം കിട്ടുന്ന എനർജിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ കാരണം കിട്ടുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് റീജിയൻ ഈസ് ദ ഒറിജിനൽ ഹാബിറ്റേറ്റ് ഓഫ് തോഡ ട്രൈബ്? തോഡ ട്രൈബ് എവിടെയാണ്? തോഡ ട്രൈബ് നീലഗിരി കുന്നുകളിൽ കാണപ്പെടുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ തോഡ ട്രൈബ് എന്ന് പറയുന്നത് നമ്മുടെ തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകളിൽ കാണപ്പെടുന്ന ഒരു ദ്രവീഡിയൻ എത്നിക് ഗ്രൂപ്പാണ്. അവർക്ക് പ്രധാനമായിട്ട് അവരുടെ ജോലി എന്ന് പറയുന്നത് എന്താണ്, ബഫലോയുടെ ഹേർഡിംഗ് ആണ്. ഇനി ഭിൽ എന്ന ട്രൈബ് ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊന്നാണ്. എവിടെയാണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെസ്റ്റേൺ ആൻഡ് സെൻട്രൽ പാർട്ട് ഓഫ് ഇന്ത്യയിലാണ് ഭിൽ ട്രൈബ് കാണുന്നത്. അപ്പോൾ എവിടെയായിരിക്കും വെസ്റ്റേൺ സെൻട്രൽ എന്ന് പറയുമ്പോൾ രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര ഭാഗത്ത് കാണുന്ന ട്രൈബൽ ഗ്രൂപ്പാണ് ഭിൽ ട്രൈബ് എന്ന് പറയുന്നത്. അടുത്ത് ഗോണ്ട ട്രൈബ് എന്ന് പറയുന്നത് മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, ഒഡീഷ ഭാഗത്ത് കാണുന്നതാണ്. മുണ്ട ട്രൈബ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ബിർസ മുണ്ട എന്നൊക്കെ പേര് നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ഒഡീഷ, വെസ്റ്റ് ബംഗാൾ ഭാഗത്താണ്. ജാർഖണ്ഡിൻ്റെയാണ്, ഇവിടെ ജെ മിസ്സായി പോയതാണ്. സന്താൾ കലാപം നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ സന്താൾ ട്രൈബ് എവിടെയാണ്, പ്രധാനമായിട്ട് ജാർഖണ്ഡ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ ഭാഗത്താണ്. അപ്പോൾ ട്രൈബും അതിൻ്റെ റീജിയനും ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ഇതുകൊണ്ട് കാര്യമല്ല, ഇനി ഒരുപാട് ട്രൈബുകളുണ്ട്. അപ്പോൾ അത് ജനറൽ അവയർനെസ്സിൽ വരുന്നതാണ്. സോ നിങ്ങൾ ഏതെങ്കിലും ഗൈഡുകൾ റെഫർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റീസ് ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ ബാങ്ക് ഓഫ് ദ റിവർ സബർമതി? സബർമതി നദി എന്ന് പറയുമ്പോൾ തന്നെ ഗുജറാത്ത്. അപ്പോൾ ഏതാണ്, അഹമ്മദാബാദാണ് നമ്മുടെ കറക്റ്റ് ഉത്തരവ് എന്ന് പറയുന്നത്. ഈ പറയുന്ന അഹമ്മദാബാദ് മാത്രമല്ല, നമ്മുടെ ഗുജറാത്തിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ഗാന്ധിനഗറും എവിടെ തന്നെയാണ്, സബർമതി നദീ തീരത്താണ്. നമ്മുടെ മഹാത്മാഗാന്ധിയുടെ സബർമതി ആശ്രമവും ഇവിടെ തന്നെയാണ്,
സബർമതി നദിയുടെ തീരത്താണ്. അപ്പോൾ പ്രധാനപ്പെട്ട നദികളും അതിൻ്റെ തീരത്ത് ലൊക്കേറ്റ് ചെയ്യുന്ന ആ സ്ഥലങ്ങളും നോക്കി വയ്ക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ഈ കാണിക്കുന്ന സിമ്പൽ ഏത് എലമെൻറ്റിൻ്റെ ആണെന്നാണ്. ഇത് 9ാം ക്ലാസ്സിൻ്റെ കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്ത് ചോദിച്ച ചോദ്യമാണ്. സോ ഇതിൻ്റെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രോജൻ ആണ്. അപ്പോൾ ഇതൊന്ന് നോക്കി വയ്ക്കുക. ഒരു സർക്കിൾ ഇട്ടിട്ട് നടുക്ക് ഒരു റൗണ്ട് വന്നാൽ അത് ഹൈഡ്രോജൻ, ഒരു റൗണ്ട് മാത്രം വന്നാൽ അത് ഓക്സിജൻ, റൗണ്ടിനകത്ത് ഗ്രേ കളർ വന്നാൽ അത് കാർബൺ, പിന്നെ ബാക്കി കുറച്ച് എളുപ്പമുണ്ട് അല്ലേ. സി എന്ന് വെച്ചാൽ കോപ്പർ, ജി എന്ന് വെച്ചാൽ ഗോൾഡ്, പി എന്ന് വെച്ചാൽ പ്ലാറ്റിനം, എൽ എന്ന് വെച്ചാൽ ലെഡ്, എസ് എന്ന് വെച്ചാൽ സിൽവർ, ഐ എന്ന് വെച്ചാൽ അയൺ. ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത് നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ളത് മാത്രം നോക്കി വയ്ക്കുക. ഇതാ ഈ ഒരു ബെൻസിൻ്റെ തലതിരിച്ചുള്ള സിമ്പൽ എന്ന് പറയുന്നത് ഫോസ്ഫറസ് ആണ്. ഒരു പ്ലസിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് സൾഫറാണ്. ഇതാ ഇങ്ങനെ ഡോട്ട് 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 എന്ന് മെർക്കുറിയാണ്. ആദ്യകാലങ്ങളിൽ കുറച്ച് എലമെൻറ്റ് മാത്രം കണ്ടുപിടിച്ച കാലത്ത് ഉപയോഗിച്ചിരുന്നതാണ്. ഫസ്റ്റ് സയൻറ്റിസ്റ്റ് സിമ്പൽ ഇങ്ങനെ യൂസ് ചെയ്യുന്ന ആരാണത്? ഡാൾട്ടൺ ആണ്. ഡാൾട്ടൺ അറ്റോമിക് തിയറിയൊക്കെ നമ്മൾ പഠിച്ചു. അവിടെ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് പറഞ്ഞിട്ടില്ലായിരുന്നു, അത് ഞാൻ ഉടനെ തന്നെ ആഡ് ചെയ്തേക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൺ ഇന്ത്യൻ ഗേൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? അത് ചേതൻ ഭഗത്താണ്. അപ്പോൾ നമുക്ക് നോക്കാം, ചേതൻ ഭഗത്തിൻ്റെ പ്രധാനപ്പെട്ട ബുക്കുകളാണ് റവല്യൂഷൻ 2020, 2 സ്റ്റേറ്റ്സ് വരുന്നുണ്ട്, അതുപോലെ 3 മിസ്റ്റേക്സ് ഓഫ് മൈ ലൈഫ്, 5 പോയിന്റ് സംവൺ, 1 നൈറ്റ് അറ്റ് ദ കോൾ സെൻറ്റർ, വാട്ട് യങ് ഇന്ത്യൻ വാണ്ട്സ്, ഹാഫ് ഗേൾ ഫ്രണ്ട് ഒക്കെ ചേതൻ ഭഗത്തിൻ്റെ ആണ്. അശ്വിൻ സംഘിയും ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. ദ റോസാബൽ ലൈൻസ്, ചാണക്യ ചാൻസ്, ദ കൃഷ്ണ കീ, ദ സെയിൽകോട്ട് സാഗ, കീപ്പേഴ്സ് ഓഫ് ദ കാലചക്ര, ദ വോൾട്ട് ഓഫ് വിഷ്ണു ഒക്കെ അദ്ദേഹത്തിൻ്റെ ബുക്കുകളാണ്. ഏതെങ്കിലും നിങ്ങൾ ഈ പറയുന്ന കൃഷ്ണാഗിയൊക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുള്ളതായിരിക്കും. ബ്രാഡ് സ്റ്റോൺ ഒരു ജേർണലിസ്റ്റ് കൂടെയാണ്. ദ എവറിത്തിങ് സ്റ്റോർ, അതായത് നമ്മുടെ ആമസോണിനെ പറ്റിയിട്ട്. ദ അപ്സ്റ്റാർട്ട്സ് എന്ന് പറയുന്ന യൂബർ, എയർ ബി എൻ ബി ഉള്ള പുതിയ ബിസിനസ്, സിലിക്കൺ വാലിയിലുള്ള ബിസിനസ് ഗ്രൂപ്പുകളെ പറ്റിയിട്ടുള്ളതാണ്. ഇതാണ് ബ്രാഡ് സ്റ്റോണിൻ്റെ ബുക്ക് എന്ന് പറയുന്നത്. അന്നത്തെ കറണ്ട് അഫെയറിന് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, ഇപ്പോൾ അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അടുത്ത, ദ റെസിപ്പിയൻ്റ് ഓഫ് ദ വൈറ്റ്ലി അവാർഡ്. വൈറ്റ്ലി അവാർഡ് അഥവാ അറിയപ്പെടുന്ന മറ്റൊരു പേര് ഗ്രീൻ ഓസ്കാർ അവാർഡ്. ഇവിടുന്ന് ഒരു ചോദ്യം വരാം. ഓക്കെ, വൈറ്റ്ലി അവാർഡ് അതല്ലെങ്കിൽ ഗ്രീൻ ഓസ്കാർ അവാർഡ് കിട്ടിയത് ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സഞ്ജയ് ഗുബി ആൻഡ് പൂർണിമ ബർമനാണ്. ഇത് പൂർണിമ അല്ല പൂർണിമയാണ്, മിസ്റ്റേക്കാണ്. അപ്പോൾ ഇപ്പോൾ കിട്ടിയേക്കുന്നത് നിങ്ങളുടെ ഭാഗ്യവശാൽ ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ കിട്ടിയേക്കുന്നത് ആർക്ക് തന്നെയാണ്? പൂർണിമ ദേവി ബർമൻ. ഈ കാണുന്ന പൂർണിമ ദേവി ബർമൻ, അദ്ദേഹം ഒരു ആസാമിലുള്ള ഒരു വൈൽഡ് ലൈഫ് ബയോളജിസ്റ്റാണ്. അവർക്കാണ് 2024 എന്ത് കിട്ടിയത്? വൈറ്റ്ലി അവാർഡ് അല്ലെങ്കിൽ ഗ്രീൻ ഓസ്കാർ അവാർഡ് കിട്ടിയത്. ഇതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, അവാർഡ് റെക്കഗ്നൈസിങ് ഗ്രാസ് റൂട്ട് കൺസർവേഷൻ ലീഡേഴ്സ് ഇൻ ദ ഗ്ലോബൽ സൗത്ത്. ഓക്കെ, അതാരാണ്? വൈറ്റ്ലി ഫണ്ട് ഫോർ നേച്ചർ, WFN ആണ് എന്ത് ചെയ്യുന്നത്? വൈറ്റ്ലി ഫണ്ട് ഫോർ നേച്ചർ അഥവാ WFN ആണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന അവാർഡ് കൊടുക്കുന്നത്. ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 24 കിട്ടിയിരിക്കുന്നത് പൂർണിമ ദേവി ബർമൻ ആണ്. അടുത്ത, ഇൻ ദ മോഡേൺ പീരിയോഡിക് ടേബിൾ വിച്ച് ഗ്രൂപ്പ് ഹാസ് എ കംപ്ലീറ്റ്ലി ഫിൽഡ് വേക്കൻസി ഷെൽ ആൻഡ് കെമിക്കലി ഇനാക്റ്റീവ്. അത് കേൾക്കുമ്പോൾ തന്നെ അറിയില്ല. കെമിക്കലി ഇനാക്റ്റീവ് എന്ന് പറയുന്നത് നോബിൾ ഗ്യാസ് ആണ്. അത് 18ാമത്തെ ഗ്രൂപ്പാണ്. വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം എ റെയർ മീഡിയം ടു എ ഡെൻസ് മീഡിയം. നമ്മൾ ലൈറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വരുന്ന ചോദ്യമാണ്. അപ്പോൾ ലൈറ്റ് സഞ്ചരിക്കുന്നത് ഒരു റെയർ മീഡിയത്തിൽ നിന്നും ഒരു ഡെൻസ് മീഡിയത്തിലോട്ടാണെങ്കിൽ എന്ത് പറ്റും? ലൈറ്റിൻ്റെ വേഗത കുറയും അല്ലേ. അപ്പോൾ ദ സ്പീഡ് ഗോസ് ഡൗൺ. സി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് അല്ലേ. കാരണം റെയർ മീഡിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിന് സ്പീഡുള്ള മീഡിയം ഒന്നും, ഡെൻസ് മീഡിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് കുറഞ്ഞ മീഡിയം ഒന്നുമാണ്. ഫുൾ ക്ലാസ് അവൈലബിൾ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പോർട്സ് ഈസ് ഗുർമീത് സിംഗ് അസോസിയേറ്റഡ് വിത്ത്? ഗുർമീത് സിംഗ് റേസ് വാക്കുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. ഓക്കെ, അദ്ദേഹം എന്താണ്? കറണ്ട് റെക്കോർഡ് ഹോൾഡർ ചെയ്യുന്നത് 20 കിലോമീറ്റർ റേസ് വാക്കിൽ ഇവിടെ നടന്നു. നമ്മുടെ ഇന്ദിര ഗ്രാൻഡ് പ്രിക്സ്, ഇന്ത്യൻ ഗ്രാൻഡ് പ്രിക്സ്, സോറി ഇന്ദിരയല്ല. ഓക്കെ, 2011 റെക്കോർഡാണ്, അന്നത്തെ കറണ്ട് അഫെയർ ആയിട്ട് വന്നതാണ്. വാട്ട് ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ആർ അവർ ബോൺസ്? നമ്മുടെ ബോൺ എന്ന് പറയുന്നത് എന്താണ്? അതൊരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. അപ്പോൾ നമ്മളെ ബോണ്, അതുപോലെ കാർട്ടിലേജ്, അതുപോലെ ടെൻഡൻസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? അത് കണക്റ്റീവ് ടിഷ്യൂവിൽ വരുന്നതാണ്. ബോഡിയിൽ ഡിഫറൻറ്റ് പാർട്ടുകൾ കണക്ട് ചെയ്യുന്നു. ലാർജസ്റ്റ് ബോൺ എന്ന് പറയുന്നത് ഏതാണ്? അത് ഫീമർ ആണ്, അല്ലെങ്കിൽ നമ്മുടെ തുടയിലൊക്കെ എല്ലാമാണ്. ഏറ്റവും സ്മോളസ്റ്റ് ഹ്യൂമൻ ബോൺ എന്ന് പറയുന്നത് സ്റ്റേപ്പിസ് ആണ്. നമ്മുടെ മിഡിൽ ഇയറിൽ കാണുന്നതാണ്. മാലിയസ് ഇൻകസ് സ്റ്റേപ്പിസ് ആണ് ഏറ്റവും സ്മോളസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത, ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെൻറ്റ് ദ സിമ്പിൾ കൺസിസ്റ്റ് ഓഫ് ഓൺലി 1 ലെറ്റർ? ഒരു ലെറ്റർ മാത്രം സിമ്പിളായി വരുന്ന എലമെൻറ്റ് ഏതാണ്? കാൽഷ്യം അല്ല, Ca ആണ്. ക്ലോറിൻ Cl ആണ്. കാർബൺ C ആണ്. കോപ്പർ Cu ആണ്. അപ്പോൾ കറക്റ്റ് ഉത്തരം കാർബൺ ആണ്, C ആണ്. അപ്പോൾ കാർബൺ അറ്റോമിക് നമ്പർ 4 ആണ്. നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന വിഷയം തന്നെ കാർബണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 4 അല്ല 6 ആണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. കാർബണിൻ്റെ വാലൻസി ആണെന്ന് പറയുന്നത് 4 ആണ്. ആ പറയുന്ന വാലൻസി ഉള്ളതുകൊണ്ടാണ് കാർബൺ നല്ല കാറ്റിനേഷൻ പ്രോപ്പർട്ടി, അതുപോലെ തന്നെ എന്താണ് ഹൈഡ്രോ കാർബണുകൾ ഫോം ചെയ്യുന്നത്. ഈ പറയുന്ന കാർബൺ ഒരുപാട് അലോട്രോപ്പ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒന്നാണ് ഡയമണ്ട്, ഏറ്റവും ഹാർഡസ്റ്റ് ആയ സബ്സ്റ്റൻസ് ആണ്. മറ്റൊന്നാണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് കണ്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു നോൺ മെറ്റൽ ആണ്.
ചന്ദ്രഗുപ്ത സെക്കൻഡ് എക്സ്റ്റെൻഡഡ് ദ ഗുപ്ത കിങ്ഡം ടു ഗുജറാത്ത് ഇൻ ഏത് വർഷമാണ് ചന്ദ്രഗുപ്ത സെക്കൻഡ് ഗുജറാത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തതെന്ന് വെച്ചാൽ അത് 390 AD യിലാണ്. ഓക്കെ, 388 തൊട്ട് 490 AD യിലുള്ള സമയത്താണ് എന്ത് ചെയ്യുന്നത് ചന്ദ്രഗുപ്ത ഗുജറാത്തിലോട്ട് കിങ്ഡം എക്സ്പാൻഡ് ചെയ്യുന്നത്. ചന്ദ്രഗുപ്ത അല്ലെങ്കിൽ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വിക്രമാദിത്യ. ഓക്കെ, എന്താണ് നാക്ക് തെറ്റിപ്പോയി, വിക്രമാദിത്യ ഗുപ്ത എംപയറിലെ രാജാവാണ്. അപ്പോൾ പ്രധാനപ്പെട്ട രാജവംശങ്ങൾ ഗുപ്താസ് മൗര്യാസ് ഒക്കെ നമുക്ക് നോക്കണം. പതുക്കെ നമുക്ക് നോക്കി പോകാം. ഇതിനു വേണ്ടിയിട്ടൊന്നും ഒരുപാട് സമയം ചിലവാക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരു ക്വസ്റ്റ്യനൊക്കെ കിട്ടി. അടുത്ത മഹാബലേശ്വർ സെയിൽ റിസീവ്ഡ് 2016 സരസ്വതി സമ്മാൻ ഫോർ ഡാഷ് ലിറ്ററേച്ചർ. കൊങ്കണി ഭാഷയ്ക്കാണ് മഹാബലേശ്വർ സെയിലിന് കിട്ടിയത്. നമുക്ക് ഇപ്പോഴത്തെയാണ് ഇമ്പോർട്ടൻറ്റ്. 2024 കൊടുത്തത് 2023 അവാർഡാണ്. ഓക്കെ, അപ്പോൾ 2023 സരസ്വതി സമ്മാൻ തൊട്ടടുത്ത വർഷം കൊടുക്കുന്നു. ആർക്കാണ് കിട്ടിയത്? മലയാളിയായിട്ടുള്ള പ്രഭാവർമ്മയ്ക്കാണ് കിട്ടിയത്. ആർക്കാണ് കിട്ടിയത്? മലയാളിയായിട്ടുള്ള പ്രഭാവർമ്മയ്ക്കാണ് കിട്ടിയത്. രൗദ്ര സാത്വികം എന്ന കൃതിക്കാണ്, എന്ന നോവലിനാണ് കിട്ടുന്നത്. അപ്പോൾ സരസ്വതി സമ്മാൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇന്ത്യയിൽ ഈ പറയുന്ന ലിറ്ററേച്ചറിന് കൊടുക്കുന്ന ഒരു അവാർഡാണ് സരസ്വതി സമ്മാൻ എന്ന് പറയുന്നത്. കെ ബിർള ഫൗണ്ടേഷൻസ് 1991 സ്റ്റാർട്ട് ചെയ്യുന്നു. അവസാനം കിട്ടിയത് പ്രഭാവർമ്മയ്ക്ക് ആണ്. ഇനി ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് 12 കിലോഗ്രാം. ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് 12 കിലോഗ്രാമാണ്. അതൊരു നിശ്ചിത ഉയരത്തിലിരിക്കുകയാണ്. ആ ഒബ്ജക്റ്റിന് ഇപ്പോഴുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 480 ജൂളാണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഹൈറ്റ് എത്രയെന്നാണ് ചോദ്യം. പൊട്ടൻഷ്യൽ എനർജിയുടെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു. ഫോർമുല എന്ന് പറയുന്നത് mgh ആണ്. ഈ mgh ആണ് 420 എന്ന് പറയുന്നത്. അതിൽ മാസ് എന്ന് പറയുന്നത് 12 ആണ്, g എന്ന് പറയുന്നത് 10 ആണ്, h എന്ന് പറയുന്നത് കണ്ടെത്തണം. 420 അല്ല 480 ആണ്. ഹെച്ചിന് ഇവിടെ ഇട്ടിട്ട് ബാക്കി രണ്ടുപേരെയും ഇവിടെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് 480/120 എന്ന് വരും. 4 മീറ്ററാണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. 4 മീറ്റർ, ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇനി 1 kWh എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് 360000 ജൂള് ആണ്. 3.6 ഇൻറ്റു എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കും അല്ലേ. 3.6 ഇൻറ്റു 10⁻⁶ ജൂളാണ് എന്തെന്ന് പറയുന്നത്. 1 kWh എന്ന് പറയുന്നത് kWh എനർജിയുടെ യൂണിറ്റ് ആണ്. SI യൂണിറ്റ് ഓഫ് G ഈസ് സെയിം as ദാറ്റ് ഓഫ് ആക്സിലറേഷൻ. അതായത് G എന്ന് വെച്ചാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ്. ഇവിടെ മീറ്റർ/സെക്കൻഡ് സ്ക്വയറിനെ മീറ്റർ/സെക്കൻഡ്⁻⁻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 ⁻
ന്യൂട്ടൺ അന്നത്തെ കറണ്ട് അഫെയർ ആണ്. രാജ്കുമാർ റാവു ആണ് ഉത്തരവെന്ന് പറയുന്നത്. ലൈറ്റ് ഇയർ എന്തിനെയാണ് അളക്കുന്നത്? ഇയർ എന്ന് കേട്ട് വേറൊന്നും അടിക്കരുത്. ഡിസ്റ്റൻസിനെ അളക്കുന്ന യൂണിറ്റ് ആണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. അതായത് ഒരു ജൂലിയൻ കലണ്ടർ 365 ദിവസം കൊണ്ട് ലൈറ്റ് വാക്യൂമിലൂടെ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് എന്ന വെലോസിറ്റി സഞ്ചരിക്കുമ്പോൾ എത്ര ദൂരം സഞ്ചരിക്കുന്നു എന്നതിനെയാണ് നമ്മൾ ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. അത് അപ്രോക്സിമേറ്റ്ലി 9.46 ട്രില്യൺ കിലോമീറ്റേഴ്സിന് ഈക്വൽ ആണ്. ഓർത്തു വയ്ക്കുക, ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റാണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ഡാഷ് കണക്ട് ബോൺസ്. ബോണുകളെ കണക്ട് ചെയ്യുന്നത് ആരാണ്? അത് ലിഗമെൻറ്റുകളാണ്. ബോണുകളെ എന്ത് ചെയ്യുന്നത്? കണക്ട് ചെയ്യുന്നത് ടഫും ഫൈബറസും ആയിട്ടുള്ള ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഇനി ഒരു സൊല്യൂഷനകത്ത് 31 ഗ്രാം കോമൺ സാൾട്ടും 320 ഗ്രാം വാട്ടറും ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ കോൺസെൻട്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. മാസ് ബൈ മാസ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ മാസ് ബൈ മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോമൺ സോൾട്ടിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ ഇവിടെയുള്ള ടോട്ടൽ മാസ് ഇൻറ്റു 100 ആണല്ലോ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 31 അല്ലേ? സോൾട്ടിനെയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? സോൾട്ടിൻ്റെ മാസ് 31 ഗ്രാമാണ്. ഈ സൊല്യൂഷൻ്റെ മൊത്തം മാസ് എത്രയായിരിക്കും? ഉപ്പ് വെള്ളത്തിനകത്തല്ലേ കിടക്കുന്നത്. അപ്പോൾ 31 + 320 എത്രയാണ്? 351 ആണ്. ഇൻറ്റു എത്രയാണ്? 100 ആണ്. സോ നമ്മളിത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഉത്തരം എന്ന് പറയുന്നത് 8.83 ഓപ്ഷൻ ബി എന്ന് കിട്ടും. ഓക്കെ, 8.83% ആണ് നമ്മുടെ മാസ് ബൈ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അടുത്ത ഡാഷ് വാസ് കൺസീവ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് 1 നേഷൻ 1 ടാക്സ് ആൻഡ് 1 മാർക്കറ്റ്. ഒരു രാജ്യം ഒരു നികുതി എന്ന് പറയുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അഥവാ GST യുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ് GST എന്ന് പറയുന്നത്. 2017 ജൂലൈ മാസം 1-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത്. 4 എണ്ണം ഉണ്ട്. ഇൻ്റഗ്രേറ്റഡ് GST ഉണ്ട് ഇൻ്റർ സ്റ്റേറ്റ് ട്രേഡിന് വേണ്ടിയിട്ട്. സ്റ്റേറ്റ് GST ഉണ്ട് സ്റ്റേറ്റിലെടുക്കാനായിട്ട്. സെൻട്രൽ GST ഉണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിന്. അതുപോലെ എന്താണ്? യൂണിയൻ ടെറിട്ടറിക്ക് വേണ്ടിയിട്ട് UT GST എന്നുകൂടെ ഉണ്ട്. അങ്ങനെ മൊത്തം 4 തരത്തിലാണ് GST ഉള്ളത്. ഇനി ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിൽ അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ലാക്ടോമീറ്റർ ആർക്കിമിഡീസ് പ്രിൻസിപ്പിളാണ്. ഹൈഡ്രോമീറ്റർ ആണ്, പക്ഷേ ഓഡോമീറ്റർ അല്ല. അപ്പോൾ ഓഡോമീറ്റർ ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ആർക്കിമിഡീസ് പറഞ്ഞത്?
ഒരു ഒബ്ജക്റ്റ് ഒരു ഫ്ലൂയിഡിനകത്ത് കംപ്ലീറ്റ് ആയിട്ടോ അല്ലെങ്കിൽ പാർഷ്യലായിട്ടോ മുങ്ങിക്കിടക്കുമ്പോൾ ഇത് എത്രത്തോളം വെള്ളത്തിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ബോയിൻ്റ് ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. അതായത് ഒരു ഒബ്ജക്റ്റ് വെള്ളത്തിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന അപ്വേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ്. അല്ലെ, ഈ ഒബ്ജക്റ്റ് മുങ്ങുമ്പോൾ ഇത്രയും ഭാഗത്തെ വെള്ളം പുറത്തോട്ട് കളയുമല്ലോ, ആ വെള്ളത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റിലേക്ക് കൊടുത്ത ബോയിൻ്റ് ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. ബോയിൻ്റ് ഫോഴ്സ് അഥവാ അപ്വേർഡ് ഫോഴ്സ്. ചാപ്റ്റർ 4 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. പാർട്ട് 1 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ യൂണിയൻ ആൻഡ് ടെറിട്ടറി, 2 സിറ്റിസൺഷിപ്പ്, 3 ഫണ്ടമെൻ്റൽ റൈറ്റ്, 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, 5 യൂണിയൻ, 6 സ്റ്റേറ്റ്, 7 യൂണിയൻ ടെറിട്ടറി, 8 യൂണിയൻ ടെറിട്ടറി, 9 പഞ്ചായത്ത്, 9 മുനിസിപ്പാലിറ്റി, 9 കോപ്പറേറ്റീവ് സൊസൈറ്റി. 10 ഷെഡ്യൂൾഡ് ആൻഡ് ട്രൈബ്, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബൽ ഏരിയാസിനെ പറ്റി പറയുന്നു. കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നത് ജസ്റ്റ് നോക്കി വയ്ക്കുക. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ഹോക്കിക്ക് കിട്ടിയത് ആർക്കാണ്? അത് സർദാർ സിംഗിനാണ്. നമുക്ക് ഇപ്പോഴത്തെ നോക്കാം. ഇപ്പോഴത്തെ കിട്ടിയത് ആർക്കൊക്കെയാണ്? മനു ഭാക്കർ ചെസ്, ഹർപ്രീത് സിംഗ്, ഗുകേഷ് ചെസ്, പ്രവീൺ കുമാർ എന്ന് ഓർത്ത് വെച്ചു. അദ്ദേഹം ഒരു പാരാ അത്ലീറ്റ് ആണ്. അതോടൊപ്പം തന്നെ 34 പേർക്ക് കിട്ടുന്നുണ്ട്. ആരാ കൊടുക്കുന്നത്? ദ്രൗപദി മുർമു, നമ്മുടെ പ്രസിഡൻ്റാണ്. എവിടെ വെച്ചാണ് കൊടുക്കുന്നത്? രാഷ്ട്രപതി ഭവനിൽ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. വിച്ച് ഇന്ത്യൻ ആക്ടർ ഹാസ് ദ മോസ്റ്റ് ഫോളോവേഴ്സ് ഓൺ ട്വിറ്റർ? ട്വിറ്ററിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഇന്ത്യൻ ആക്ടർ ഷാറുഖ് ഖാൻ ആണ്. എന്നാൽ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ആർക്കാണ്? അത് വിരാട് കോഹ്ലിക്കാണ്. സിമ്പിൾ, ഇത് ഏത് സിമ്പിൾ? ഇത് എന്തിൻ്റെ സിമ്പിളാണ്? ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ? കഴിഞ്ഞ പ്രീവിയസ് ചോദിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്. ഇത് എന്തിൻ്റെ സിമ്പിളാണ്? ഇത് വേരിയബിൾ റെസിസ്റ്റൻസ് അഥവാ റിയോസ്റ്റാറ്റിൻ്റെ സിമ്പിളാണ്. കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല, കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചതാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഹൈലി എക്സോതെർമിക്? ഇതിൽ ഏറ്റവും എക്സോതെർമിക് ആയിട്ടുള്ള റിയാക്ഷൻ ഏതാണ്? ഓക്കെ, ഇതിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആസിഡ് എന്ന് പറഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ് ആണ്. അപ്പോൾ അത് വെള്ളത്തിൽ ചേർക്കുമ്പോഴാണ് അത് ഏറ്റവും കൂടുതൽ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത് ഹൈ ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആസിഡ് ആണ്. സോ അതെന്ത് ചെയ്യും? വെള്ളത്തിലോട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഡിസോസിയേറ്റ് ചെയ്യും, ഒരുപാട് ഹീറ്റ് ലിബറേറ്റ് ചെയ്യും. കാരണം ലോക്സഭാ സ്പീക്കർ അന്ന് സുമിത്ര മഹാജനായിരുന്നു, ഇന്നത്തെ ആരെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞു തന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ദൗലത്ത് ഖാൻ സെൻഡ് മെസ്സഞ്ചർ ടു ബാബർ. അതായത് പണ്ട് ഈ പറയുന്ന ഇന്ത്യയുടെ നമ്മൾ ഈ പറയുന്ന പഞ്ചാബ് റീജിയൻ ഭരിച്ചിരുന്ന ഗവർണറായിട്ടുള്ള ദൗലത്ത് ഖാൻ നേരെ എന്ത് ചെയ്യുന്നു? ഒരാളെ പറഞ്ഞു വിടുന്നു കാബൂളിലോട്ട്, അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലോട്ട് ഒരു മെസ്സഞ്ചറിനെ പറഞ്ഞു വിടുന്നു. ആരെ കാണാൻ വേണ്ടിയിട്ട്? ബാബറിനെ കാണാൻ വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ ഡൽഹി ഭരിച്ചിരുന്ന ഒരു രാജാവിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. ആരായിരുന്നു ആ രാജാവ്? സുൽത്താനേറ്റിലെ അവസാനത്തെ രാജാവായിട്ടുള്ള ഇബ്രാഹിം ലോധിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഈ പറയുന്ന കേട്ടിട്ട് ഇബ്രാഹിം ലോധിയെ തോൽപ്പിക്കുമ്പോഴാണ് 1526 ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് നടക്കുന്നത്. മുഗൾ സാമ്രാജ്യം ഇന്ത്യയിലേക്ക് വരുന്നതും. ഓഗസ്റ്റ് 15, 2017 എന്തായിട്ടായിരുന്നു നമ്മൾ ഗവൺമെൻറ് സെലിബ്രേറ്റ് ചെയ്തത്? അത് സങ്കല്പ് പർവ് എന്നാണ്. ചെടി നടാൻ വേണ്ടിയിട്ടുള്ള ആഹ്വാനമായിരുന്നു സങ്കല്പ് പർവ്. അന്നത്തെ കറണ്ട് അഫെയർ ആയിരുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഹാവ് ദ സെയിം എസ് ഐ യൂണിറ്റ്? ഇതിൽ സെയിം എസ് ഐ യൂണിറ്റ് വരുന്ന ആർക്കാണ്? ഫോഴ്സ് ന്യൂട്ടൺ, പ്രഷർ പാസ്കലാണ്. സെയിം അല്ല. ഫോഴ്സ് ഡിസ്റ്റൻസ് അല്ല, ഡിസ്റ്റൻസ് മീറ്റർ ആണ്. വർക്കും എനർജിയും അല്ലെ, രണ്ടും ജൂളാണ്. സോ സി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരവ് എന്ന് പറയുന്നത്. രണ്ടുപേരുടെയും യൂണിറ്റ് എന്താണ്? ജൂള് ആണ്. വിച്ച് ഫിലിം ഹാസ് ഗിവൺ ബെസ്റ്റ് ഫിലിം അവാർഡ് ഇൻ ദ 64th നാഷണൽ അവാർഡ്? 2017 ഏറ്റവും നല്ല ഫിലിമിന് അവാർഡ് കിട്ടിയത് കാസവിനാണ്. എന്നാൽ കസവ് ആണെന്ന് തോന്നുന്നു അല്ലേ? കസവ്. ഓക്കെ, എന്നാൽ ഇപ്പോൾ കിട്ടിയതാണ് നമുക്ക് ഓർക്കേണ്ടത്. 2024 70ാമത്തെ നാഷണൽ ഫിലിം അവാർഡ്. അപ്പോൾ 2024 നടന്നത് 70ാമത്തെ നാഷണൽ ഫിലിം അവാർഡാണ്. ഓക്കെ, അപ്പോൾ 70ാമത്തെ നാഷണൽ ഫിലിം അവാർഡിൽ ഏറ്റവും നല്ല ഫിലിമായിട്ട് കിട്ടിയത് ആട്ടം എന്ന മലയാള ചിത്രത്തിനാണ് ഏറ്റവും നല്ല ഫീച്ചർ ഫിലിം കിട്ടിയത്. നടൻ കാന്താരയിലെ ഋഷഭ് ഷെട്ടിക്കാണ്. നിത്യ മേനോനും മാനസി പരേക്കിനുമാണ് ബെസ്റ്റ് ആക്ട്രസിനുള്ള അവാർഡ് കിട്ടിയത്. അടുത്ത് കറണ്ട് എന്ന് പറയുന്നത്, അമ്മീറ്റർ മെഷർ ചെയ്യുന്നത് കറണ്ട് ആണെങ്കിൽ ഓം മീറ്റർ, ഓഡോമീറ്റർ അല്ലേ? ഓം മീറ്റർ എന്തിനാണ് മെഷർ ചെയ്യുന്നത്? ഓം റെസിസ്റ്റൻസിനെയാണ് മെഷർ ചെയ്യുന്നത്. അടുത്ത ഡ്യൂറിങ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ ഡു ദ ഫുള്ളി മെച്യൂർ ടൈനി ഇൻഡിവിജ്വൽസ് ഡിറ്റാച്ച് ഫ്രം ദ പാരൻറ്റ് ബോഡി? അല്ലെ, പാരൻറ്റ് ബോഡിയിൽ നിന്നും ഇങ്ങനെ ചെറിയൊരു സാധനം വരുന്നു, അത് ഡിറ്റാച്ച് ചെയ്ത് പോയിട്ട് പുതിയൊരു ചെടിയായിട്ട് മാറുന്നു അല്ലെങ്കിൽ പുതിയൊന്നായിട്ട് മാറുന്നു. ഇതിൻ്റെ പേരെന്താണ്? ഇങ്ങനെ ഫോം ചെയ്ത് നമ്മൾ ബഡ് എന്നാണ് വിളിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? ബഡ്ഡിങ് എന്നാണ്. ഇതാണ് ബഡ്ഡിങ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഫുള്ളി മെച്യൂർ ആയിട്ട് ടൈനി ഇൻഡിവിജ്വൽ സെപ്പറേറ്റ് ചെയ്ത് പുതിയതായിട്ട് മാറുന്ന അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ബഡ്ഡിങ് ആണ്. ഫിഷൻ എന്ന് വെച്ചാൽ എന്താണ്? സ്പ്ലിറ്റ് ആവുകയാണ് അല്ലേ? അതുപോലെ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. ഒരു സിംഗിൾ സെല്ല് ഡിവൈഡ് ചെയ്ത് എന്ത് ചെയ്യും? 2 ഡോട്ടർ സെല്ലായിട്ട് മാറും. റീജനറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ലിവറിന് ഒരു കഴിവുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? എന്തായിരിക്കും? ഒരു നഷ്ടപ്പെട്ട പോയ ബോഡി പാർട്ടിനെ വീണ്ടും ഗ്രോ ചെയ്തെടുക്കാനുള്ള ആ കഴിവിനെയാണ് റീജനറേഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു സെല്ല് ഒന്നിലധികം ഡോട്ടർ സെല്ലായിട്ട് മാറിയാൽ അതാണ് എന്ത്? മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹൈഡ്ര, സ്റ്റാർ ഫിഷ്, പ്ലനേറിയ എന്താ കാണിക്കുന്നത്? ഇത് റീജനറേഷൻ കാണിക്കുന്ന ഒരു ചെടിയാണ്. റീജനറേഷൻ നമ്മളിപ്പോൾ പറഞ്ഞു. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആർ ട്രൂ ഓർ ഫോൾസ് അബൌട്ട് ദ സ്പീഡ് ഓഫ് സൗണ്ട് ഡിഫറൻറ്റ് മീഡിയം. ഇതും നമ്മൾ പണ്ട് പഠിച്ചതാണ് അല്ലേ. അപ്പോൾ സ്പീഡ് ഓഫ് സൗണ്ട് നോക്കിയാൽ 316 ഇൻ ഓക്സിജൻ കറക്റ്റാണ്. ഡിസ്റ്റിൽഡ് വാട്ടറിൽ 1498 ശരിയാണ്. സോ ഓപ്ഷൻ ഡി ബോത്ത് കറക്റ്റ് എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം. ഇത്രയേ ഉള്ളൂ. ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ജനറൽ സയൻസ് ജനറൽ അവയർനെസ്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോഴും നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.